ഈ SIR പൂർത്തീകരിച്ച് നവംബർ 9 വരാൻ പോകുന്ന വോട്ടർ പട്ടികയുടെ കരട് രൂപത്തിൽ നിങ്ങളുടെ പേരുണ്ടാകില്ല എന്നുള്ള ഭയമോ ആശങ്കയോ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ആദ്യം ചെയ്യേണ്ടത് ഈ SIRമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ മെസ്സേജുകൾ അല്ലെങ്കിൽ വാർത്തകൾ ഇതേത് തന്നെയാണെങ്കിലും നിങ്ങൾ ആദ്യം അത് കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിടുന്ന അല്ലെങ്കിൽ കളക്ടർമാർ അവരെ പോലുള്ളവർ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക, അത് മാത്രം കേൾക്കുക. അതൊന്നുമല്ല എങ്കിൽ BLO, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന BLOമാർ അവർ പറയുന്നതെങ്കിലും കേൾക്കുക എന്നുള്ളതാണ്. കാരണം അവരൊക്കെയും അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അല്ലാതെ ഇതൊന്നും അറിയാതെ കുറെ പേർ അവരുടേതായിട്ടുള്ള നിലയിൽ ഒരുപാട് ആശങ്ക പരത്തുന്ന, ഭീതി പടർത്തുന്ന വാർത്തകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടു തന്നെ പലരും പല രീതിയിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകളൊക്കെ പലരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പൂരിപ്പിച്ചുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുകയാണ്. അതായത് ബന്ധുവിന്റെ പേര് പൂരിപ്പിക്കുന്നിടത്ത് സ്വാഭാവികമായിട്ടും പിതാവിന്റെ ബന്ധു എന്ന് പറയുന്നത് പിതാവിന്റെ ബന്ധു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയിൽ അമ്മയുടെ പേര് ചേർക്കും. എന്നാൽ അത് തെറ്റാണ് എന്ന് മറ്റൊരിടത്ത് വ്യക്തമായിട്ട് പറയുകയാണ്. പിതാവിന്റെ ബന്ധു എന്ന് പറയുന്നത് പിതാവിന്റെ പിതാവ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിതാവിന്റെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള രേഖകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അതൊക്കെ പഴയ കാലത്തുള്ളതാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആളുകളെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്ക പടർത്തുകയാണ്, കൺഫ്യൂഷൻ ആക്കുകയാണ്. എന്നാൽ ഇത് BLOയോട് ചോദിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അതുപോലും ചോദിക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളും ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ഇത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ, പൂരിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പൂരിപ്പിക്കുന്നതും തെറ്റായിരിക്കും, നിങ്ങൾക്ക് അത് വരുന്നത് വരെ ടെൻഷനായിരിക്കും. ഇനി ചിലപ്പം നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പേര് അതിനകത്ത് ഇല്ല എങ്കിൽ ചിലപ്പം ബോധം കെട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന അവസ്ഥ പോലും ഉണ്ടായേക്കാം. അങ്ങനെ വന്നില്ല എങ്കിൽ, നിങ്ങളുടെ പേര് ആ കരട് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അങ്ങനെയുള്ളവർക്ക് ഫോം 6 എന്ന് പറയുന്നത് അതിലേക്ക് ഉള്ള ഏറ്റവും വലിയ മാർഗമാണ് ഫോം 6 എന്ന് പറയുന്നത്. അതൊക്കെയും സൈറ്റിലുണ്ട്, ഓൺലൈനിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. വേണ്ട, നമുക്കൊരു അക്ഷയയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് വരാം. ഇത് ഈ 9 വരുന്ന കരട് ലിസ്റ്റോടുകൂടി തീരുന്നതല്ല, അതിന് ശേഷവും ഇതിന്റെ വലിയൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിസ്റ്റ് അല്ല. ഇത് കേരള സർക്കാരുമായി, സംസ്ഥാന സർക്കാരുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് മനസ്സിലാക്കി. ഇത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള വരാൻ പോകുന്ന നിയമസഭ, ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അടുത്ത വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക, കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയാം.